ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി പ്രത്യേക അന്വേഷണ സംഘം ചെന്നൈ, ബംഗളൂരു, ബെല്ലാരി എന്നിവിടങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. ഇന്നലെ പുലർച്ചെയോടെയാണ് തിരുവനന്തപുരത്ത് നിന്ന് പോറ്റിയുമായി അന്വേഷണ സംഘം പുറപ്പെട്ടത്. ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് 108 ഗ്രാം സ്വർണവും ബെല്ലാരിയിലെ ജ്വല്ലറി ഉടമയിൽ നിന്ന് 476 ഗ്രാം സ്വർണവും വീണ്ടെടുക്കേണ്ടതുണ്ട്. ബംഗളൂരുവിലെ ശ്രീരാംപുര ക്ഷേത്രത്തിലും ഉണ്ണികൃഷ്ണന്റെ താമസ സ്ഥലത്തും തെളിവെടുപ്പ് നടക്കും. കമൽ ബംഗളൂരുവിൽ നിന്നും ചേരുന്നുണ്ട്. ചെന്നൈയിൽ നിന്ന് KB ശ്രീധരനും നമുക്കൊപ്പം ഉണ്ട്. കമലിലേക്ക് ആദ്യം. കമൽ, ഗുഡ് മോർണിംഗ്. തെളിവെടുപ്പ് എന്നായിരിക്കും നടക്കുക എന്നത് നമ്മളൊക്കെ ഉറ്റുനോക്കുന്ന ഒരു കാര്യമാണ്. ഏതായാലും ഇരുവരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി, മുരാരി ബാബുവിൻ്റെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. ഇത്രയും ദിവസം വൈകിട്ടാണെങ്കിൽ കൂടി ഇന്ന് തെളിവെടുപ്പ് നടക്കുകയാണല്ലോ. വിശദ വിവരങ്ങൾ എന്തൊക്കെ? ഗുഡ് മോർണിംഗ് മോത്തി. ബംഗളൂരുവിൽ പ്രധാനമായും തെളിവെടുക്കേണ്ടത് ഈ ശ്രീരാംപുര മേഖലയിലാണ്. ഇവിടുത്തെ അയ്യപ്പ ക്ഷേത്രത്തിലായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ ജോലി ചെയ്തിരുന്നത്. തൊട്ടടുത്ത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ താമസ സ്ഥലവും. ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. ഈ അനന്തസുബ്രഹ്മണ്യനും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സ്വർണ്ണപ്പാളികൾ ആദ്യം എത്തിച്ചതും ഇവിടെയാണ്. ഇവിടെ നിന്ന് പിന്നീട് ഈ 476 ഗ്രാം സ്വർണം ബെല്ലാരിയിൽ ഗോവർദ്ധന വിറ്റു എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. ഹൈദരാബാദിൽ കൊണ്ടുപോയി സ്വർണം വേർതിരിച്ചു എന്നും പറയുന്നു. എന്തായാലും ഇവിടെ നടന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടെ എത്തിച്ച തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. ഇന്നലെ പുലർച്ചെ തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട അന്വേഷണ സംഘം എന്തായാലും ബംഗളൂരുവിൽ ഈ പ്രദേശത്തെത്തി തെളിവെടുപ്പ് നടത്തും. അത് എപ്പോഴാണെന്ന കൃത്യമായ വിവരം ലഭ്യമായിട്ടില്ല. എങ്കിലും ഏത് സമയത്തും പോലീസ് സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ഇവിടെ എത്തി തെളിവെടുപ്പ് നടത്തും. അദ്ദേഹത്തിൻ്റെ അപ്പാർട്ട്മെന്റിലും തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്. തെളിവെടുപ്പിനായി എപ്പോഴായിരിക്കും കൊണ്ടുവരിക? ഇതുമായി ബന്ധപ്പെട്ട എത്ര സമയം, എത്ര ദിവസം നീളും തെളിവെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ധാരണ നമുക്ക് നിലവിലുണ്ടോ കമൽ? മോത്തി, എത്ര സമയം എടുക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. അതിവിടെ എത്തിയ ശേഷമായിരിക്കും. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനകൾ നടന്നതും സംഭവങ്ങളൊക്കെ ഉണ്ടായതും ഈ ബംഗളൂരുവിലെ ശ്രീരാംപുര കേന്ദ്രീകരിച്ചാണ്. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ പരിസരത്തൊക്കെയാണ്. ഇത് സംബന്ധിച്ച് ആദ്യം സ്വർണ്ണപ്പാളികൾ എത്തിച്ചു എന്ന് പറയുന്നതും ഇവിടെയാണ്. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എത്തിച്ച് വിശദമായ തെളിവെടുപ്പ് തന്നെ ഇവിടെ നടത്തും എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി കമലാണ് വിശദ വിവരങ്ങൾ തന്നത്. ബംഗളൂരുവിൽ നിന്നും അയ്യപ്പ ക്ഷേത്രത്തിന് മുന്നിലാണ് ഉള്ളത്. അവിടെ കേന്ദ്രീകരിച്ചാണ് കൂടുതലും തെളിവെടുപ്പ് നടത്തേണ്ടത്. ശ്രീരാംപുര കേന്ദ്രീകരിച്ച് വിവിധ കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. തെളിവെടുപ്പിനായി വിശദമായി തന്നെ കാര്യങ്ങളിലേക്ക് കടക്കുമെന്ന് നമ്മൾ കരുതുകയാണ്. വിശദ വിവരങ്ങൾ വരുന്ന മണിക്കൂറിലൊക്കെ തരാൻ കേട്ടോ. KB ശ്രീധരനുണ്ട് ചെന്നൈയിൽ നിന്നും നമുക്കൊപ്പം. ശ്രീധരൻ, ഗുഡ് മോർണിംഗ്. ചെന്നൈയിലേക്കും തെളിവെടുപ്പിനായി കൊണ്ടുവരുന്നുണ്ട്. സ്മാർട്ട് ക്രിയേഷൻസുമായി ബന്ധപ്പെട്ട സ്വർണം വിറ്റതുമായി ബന്ധപ്പെട്ടൊക്കെ വിശദ വിവരങ്ങൾ എന്താണ്? എപ്പോഴേക്ക് തെളിവെടുപ്പിന് എത്തുമായിരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്? മോദി, ഗുഡ് മോർണിംഗ്. ഞാനിപ്പോൾ ഉള്ളത് സ്മാർട്ട് ക്രിയേഷന് തൊട്ട് മുൻപിലാണ്. ഏതായാലും ഇന്ന് ഇതുവരെ ഇവിടേക്ക് അന്വേഷണ സംഘം ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എത്തിയിട്ടില്ല. ഏതായാലും ഇന്നലെ പുലർച്ചയോട് കൂടിയാണ് ഈ സംഘം ഇവിടേക്ക് പുറപ്പെട്ടത്. അതായത് തിരുവനന്തപുരത്ത് നിന്ന് ഇതര സംസ്ഥാനങ്ങളിലെ തെളിവെടുപ്പിനായിട്ട് പുറപ്പെട്ടത് ഇന്നലെ പുലർച്ചെയാണ്. എവിടേക്ക് ആദ്യം എത്തുന്ന സംബന്ധിച്ച് ഇപ്പോഴൊരു വ്യക്തതയില്ല. അതായത് 4 ഇടങ്ങളിലാണ് തെളിവെടുപ്പ് നടത്തേണ്ടത്. ആദ്യം ചെന്നൈ, ബംഗളൂരു, അതുപോലെ തന്നെ ബെല്ലാരി, ഹൈദരാബാദ്, ഈ 4 ഇടങ്ങളിലായിട്ടാണ് തെളിവെടുപ്പ് നടത്തേണ്ടത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം സ്വർണം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സ്മാർട്ട് ക്രിയേഷൻസിൽ ഈ സ്വർണ്ണപ്പാളി മാറ്റിയതുമായി ബന്ധപ്പെട്ട് സ്വർണം വേർതിരിച്ച് അതിനുശേഷം പുതിയ പാളിയിൽ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ശബരിമലയിൽ പതിച്ചിരിക്കുന്ന ദ്വാരപാലക പ്രതിഷ്ഠയിലെ ആ പാളിയിൽ ഇപ്പോഴുള്ള സ്വർണത്തിന് ശേഷം ബാക്കി വന്ന സ്വർണം പണിക്കൂലിയായിട്ട് ഈ സ്മാർട്ട് ക്രിയേഷൻസിൽ 108 ഗ്രാം സ്വർണം കൊടുത്തിരുന്നു. ആ സ്വർണം വീണ്ടെടുക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ കമൽ സൂചിപ്പിച്ച പോലെ തന്നെ ബെല്ലാരിയിൽ നിന്ന് ഗോവർദ്ധന് വിറ്റ ആ സ്വർണം വീണ്ടെടുക്കേണ്ടതുണ്ട്. ഇതിൻ്റെയൊക്കെ ഒരു സ്വർണം വേർതിരിക്കൽ അല്ലെങ്കിൽ പുതിയൊരു പാളി നിർമ്മിച്ചു എന്നൊക്കെ കരുതപ്പെടുന്നത് ഹൈദരാബാദിലാണ്. സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ തന്നെ ഹൈദരാബാദിലെ ഒരു പ്ലാന്റിലാണ് അത്തരത്തിൽ അന്ന് സ്വർണം വേർതിരിക്കുകയും അതുപോലെ തന്നെ പുതിയ ഒരു ചെമ്പ് പാളി അവിടെ ഉണ്ടാക്കിയെന്നൊക്കെ കരുതപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഹൈദരാബാദിലും തെളിവെടുപ്പ് നടക്കേണ്ടതുണ്ട്. പല സംഘങ്ങളായി തിരിഞ്ഞാണ് ഇതുവരെ ഈ അന്വേഷണ സംഘം ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ചിരുന്നത്. ഈ സ്മാർട്ട് ക്രിയേഷനിൽ തന്നെ 3-4 ദിവസം ആറന്മുള പോലീസിൽ നിന്നുള്ള 2 ഉദ്യോഗസ്ഥരെത്തി ഇവിടെ മുഴുവൻ രേഖകളും പരിശോധിച്ചു. ഇവിടുത്തെ ഉടമയായിട്ടുള്ള പങ്കജ് ഭണ്ഡാരി ഉൾപ്പെടെ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. അങ്ങനെ വലിയ തോതിലുള്ള അന്വേഷണം വിപുലമായി ഈ ഭാഗങ്ങളിലെല്ലാം, ഈ ബെല്ലാരിയിൽ പോലും
ഈ ഗോവർദ്ധന്റെ വീട്ടിലെത്തി SIT മൊഴിയെടുത്തിരുന്നു. അതുപോലെ ഹൈദരാബാദിൽ പോയിരുന്നു. നാഗേഷ്, കൽപേഷ് എന്ന് തുടങ്ങി നിരവധി ആളുകൾ ഇപ്പോഴും കാണാമറയത്തു നിൽക്കുന്നുണ്ട്. ഇവരെയൊക്കെ കണ്ടുപിടിക്കാനുള്ള ശ്രമമൊക്കെ SITയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് ക്രിയേഷൻസിന്റെ ഉടമ, CEO, അതുപോലെ അതിന്റെ മാനേജർ ശേഷം ഈ സ്വർണം വീണ്ടെടുക്കുക അല്ലെങ്കിൽ ഈ തെളിവ് ശേഖരിക്കുക എന്നത് എത്രത്തോളം സാധ്യമാണ്? സ്വാഭാവികമായിട്ടും അത് സാധ്യമാണ്. ഈ കോടതി ഇടപെടലോട് കൂടിയൊക്കെ നടക്കുന്ന ഒരു അന്വേഷണം കൂടിയാണ്. ഈ ഗോവർദ്ധൻ ഇതിനോടകം തന്നെ അദ്ദേഹം ബെല്ലാരിയിൽ ഞാൻ നേരിട്ട് അദ്ദേഹത്തെ കാണാൻ പോയിരുന്നു. അദ്ദേഹത്തോട് നേരിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിരുന്നതാണ്. അദ്ദേഹം തികച്ചും വലിയ അയ്യപ്പ ഭക്തനാണ്. ഇങ്ങനൊരു തട്ടിപ്പ് ഉണ്ട് എന്നുള്ളത് തനിക്ക് അറിഞ്ഞിരുന്നില്ല എന്നാണ് ഗോവർദ്ധൻ അന്ന് നമ്മളോട് പ്രതികരിച്ചത്. അതായത് ശബരിമലയിലെ വാതിൽ പുതുക്കി പണിത് കൊടുക്കുകയും അത് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയും ഗോവർദ്ധനാണ് ചെയ്തത്. അതിന് ഏതാണ്ട് 500 ഗ്രാമോളം സ്വർണം അദ്ദേഹം, അവിടുത്തെ പ്രധാന ജ്വല്ലറി ഉടമയാണ് ബെല്ലാരിയിലെ റൊദ്ദം ജ്വല്ലറി എന്നൊക്കെ പറയുന്ന ആ പരമ്പരാഗതമായി അവിടെ സ്വർണ്ണ കച്ചവടം നടത്തുന്ന ഒരു സ്ഥലത്തെ ആളാണ് ഈ ഗോവർദ്ധൻ എന്നുള്ളത്. ഇനി ഈ ഗോവർദ്ധൻ ഈ സ്വർണം തിരിച്ചു കൊടുക്കാൻ തയ്യാറാണ് എന്നാണ് SITയോട് അറിയിച്ചിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ 476 ഗ്രാം സ്വർണം അദ്ദേഹം തിരിച്ച് നൽകും. ഗോവർദ്ധനെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഒരുപക്ഷെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ സ്വർണം നൽകിയിട്ടുണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇത് ശബരിമലയിലെ സ്വർണ്ണമാണ് എന്ന് പറഞ്ഞായിരിക്കില്ല നൽകിയിട്ടുണ്ടാവുക. അത് തൻ്റെ കയ്യിൽ സ്വർണ്ണമുണ്ട്, അത് വിറ്റ് പൈസയാക്കണം, അന്നത്തെ വിപണി വില നൽകണമെന്നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഗോവർദ്ധനോട് ആവശ്യപ്പെട്ടത്. ഏതായാലും ഇക്കാര്യത്തിൽ ഗോവർദ്ധൻ വിശദമായി SITക്ക് മുൻപിൽ ഈ കാര്യങ്ങളൊക്കെ അറിയിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ ആവശ്യമെങ്കിൽ ഈ സ്വർണം തിരികെ നൽകാൻ തയ്യാറാണ് എന്നും അദ്ദേഹം അറിയിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിലവിൽ തെളിവെടുപ്പ് തുടങ്ങിയിട്ടില്ല. SIT സംഘം എവിടേക്കാണ് ആദ്യം എത്തുക എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത വരാനുണ്ട്.